എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ERP ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ERP ആപ്ലിക്കേഷൻ. അത് എല്ലാം അൺലിമിറ്റഡ് ആണ്, അൺലിമിറ്റഡ് യൂസേഴ്സ് ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് കുറെ ഫൗണ്ടേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ഹൈലി കോസ്റ്റ്ലി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന്റെ ഫങ്ഷനാലിറ്റീസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഓപ്ഷനിൽ കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു സാസ് മോഡലാണ്. ക്രിയേറ്റോസ് എന്നാണ് ആപ്പിന്റെ പേര്. നമ്മൾ ഗൂഗിളിൽ ക്രിയേറ്റീവ്സ് സ്പെല്ലിംഗ് ഒക്കെ ചെയ്ത് നോക്കിയാൽ ക്രിയേറ്റീവ്സ് എന്നാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ ക്രിയേറ്റോസ് ERP ഇതാണ് ആ സോഫ്റ്റ്വെയർ. ഇതിനകത്ത് HRMS ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്, അക്കൗണ്ടിങ് മാനേജ്മെന്റ് ഉണ്ട്, ഇൻവെന്ററി ട്രാക്കിംഗ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഒരു ബിസിനസ് സംരംഭകന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത്. അപ്പൊ ഇതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ടൊരു ഡെമോ ലോഗിൻ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എന്തൊക്കെയാണ് അതിന്റെ ഫങ്ഷണാലിറ്റീസ് എന്ന് നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡെമോ ലോഗിൻ, ഇതിനകത്ത് CRM ഉണ്ട്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് എല്ലാം ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ രണ്ട് ലോഗിൻ ഏരിയസ് കാണും. ഒന്ന് എംപ്ലോയി പോർട്ടൽ, അഡ്മിൻ പോർട്ടൽ. ഓക്കെ, അപ്പോൾ ഈ അഡ്മിൻ പോർട്ടലിൽ ഞാൻ കയറാം. കാരണം ഈ അഡ്മിൻസ് ആണല്ലോ എംപ്ലോയിക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ ആക്സസും ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അഡ്മിൻ പോർട്ടലിൽ കയറിയിട്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ക്രിയേറ്റീവ്സ് വർക്ക് ചെയ്യുന്നത്. ഇതിപ്പോ ഇവിടെ ഓൾറെഡി നിങ്ങൾ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത്, കമ്പനി ലോഗിൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞാനിപ്പോ ഇതിനകത്ത് കമ്പനി സെർച്ച് ചെയ്യണം. അതായത് നമുക്ക് ക്രിയേറ്റീവ്സ് തന്നെ ഓൾറെഡി ഒരു ഡെമോ അക്കൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ ആയിട്ട് ക്രിയേറ്റീവ്സിന്റെ തന്നെ ഡെമോ അക്കൗണ്ട് ഉണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അതിന്റെ പേര് ഇന്റലി ബോട്ട് എന്നാണ് അതിന്റെ പേര് പറയുന്നത്. ക്രിയേറ്റീവ്സ് ഇന്റലി ബോട്ട്, അതൊരു ബോട്ടാണ്. അത് അങ്ങനെ ഒരു അക്കൗണ്ട് ആണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിന്റെ ഇമെയിൽ ID എന്ന് പറഞ്ഞാൽ demo@creators.app, സോറി, demo@creators.app. ഇതിന്റെ പാസ്വേഡ് വരുന്നത് demo@123, demo@123. ഇതാണ് ഇതിന്റെ വരുന്നത്. ഓക്കെ, ഞാൻ ഇത് കമന്റിൽ ഞാൻ ഇട്ടേക്കാം, ഇതിന്റെ യൂസർ നെയിം പാസ്വേഡും. നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റേഴ്സിന്റെ ഡാഷ്ബോർഡിലെത്തി. ഇവിടെ നമുക്ക് ഇത് അഡ്മിൻ ആക്സസ് ആയതുകൊണ്ട് അഡ്മിൻ ആക്സസ് ആണെന്ന് കാണിക്കാം. ഇവിടെ നമുക്ക് അഡ്മിന്റെ പേരും അഡ്മിന്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം കാണാം. ഈ പറഞ്ഞ പോലെ നമുക്ക് പല മോഡ്, രണ്ട് തീമുണ്ട്. തീം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അതിനകത്ത് കാണും. ഇത് കൂടാതെ ഇതൊരു MISലാണ് എത്തിക്കുന്നത്. എല്ലാവിധ കാര്യങ്ങളും ട്രാക്ക് ചെയ്യുന്നുണ്ട്. എത്ര എംപ്ലോയീസ്, അറ്റൻഡൻസ് റേറ്റ്, ലീവ് എത്ര വന്നിട്ടുണ്ട്, ആവറേജ് പെർഫോമൻസ് എത്ര വന്നിട്ടുണ്ട്, സാലറി എത്രയുണ്ട്, ഇതെല്ലാം നമ്മളിവിടെ ട്രാക്കിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം ക്രിയേറ്റീവ്സ് ഓട്ടോമാറ്റിക്കലി കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാറ്റ കയറ്റി, ഇത് ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ടാണ്. ഡാറ്റ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതെല്ലാം കാണാൻ പറ്റും. ഇനി ഒരു ചാറ്റ് ഇന്റർഫേസ് വരുന്നുണ്ട്. നമ്മുടെ എംപ്ലോയീസ് ആയിട്ട് എല്ലാവരുമായിട്ട് ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഇന്റർഫേസും വരുന്നുണ്ട്. ഓക്കെ, ഇത് ഗ്രൂപ്പ് ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് HRMS, ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം, CRM, PMSല് കുറെ മൊഡ്യൂൾസ്, പിന്നെ അക്കൗണ്ട് മാനേജ്മെന്റ്, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. രണ്ടാമത്തെ ഭാഗത്തിനകത്ത് എങ്ങനെയാണ് HRMS വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് തന്നെ നമുക്ക് സെറ്റിങ്സിനകത്ത് ഓരോ ആൾക്കാർക്ക് ഓരോ എംപ്ലോയീസിന് റോൾസ് സെറ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഗ്രൂപ്പിന് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓരോന്നും ആർക്ക് എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഓരോരുത്തർക്കും സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തൊക്കെ പെർമിഷൻസ് ആണ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന എന്നുള്ളത്, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പ്രൊജക്ട് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റിനെ കുറിച്ചും ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. സ്റ്റേ ട്യൂൺഡ്. സെക്കൻഡ് പാർട്ടില് നമുക്ക് HRMS ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. താങ്ക് യു.